ഭഗവാൻ ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച നിർവാണ മഞ്ജരി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. കർമ്മം ചെയ്യുക, കർമ്മഫലം അനുഭവിക്കുക എന്നീ കർത്തൃത്വവും ഭോക്തൃത്വവും മനസ്സുമായുള്ള ബന്ധം കൊണ്ട് ആത്മാവിനുണ്ടെന്ന് തോന്നുന്ന ഭ്രമങ്ങളാണ്. വാസ്തവത്തിൽ ആത്മാവ് ഒരു ദീപമെന്ന പോലെ മനോവൃത്തികളെ സാക്ഷിയായി നിന്ന് പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സു മാറിയാൽ ആ സാക്ഷിത്വവും ആത്മാവിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഇക്കാര്യമാണ് 4-ാം പദ്യത്തിലെ പ്രതിപാദ്യം. 4-ാം പദ്യം. അഹം നൈവ മന്ദാന ഗന്ധാന വക്ത ന കർത്താ ന ഭോക്താ ന മുക്താശ്രമസ്ഥഃ യഥാഹം മനോവൃത്തിഭേദസ്വരൂപസ്തഥാ സർവവൃത്തിഃ പ്രദീപഃ ശിവോഹം. അഹം നമന്തായേവ, ഞാൻ ചിന്തിക്കുന്നവനല്ല, ന ഗന്ത പോകുന്നവനല്ല, ന വക്ത സംസാരിക്കുന്നവനല്ല, ന കർത്ത കർമ്മമൊന്നും ചെയ്യുന്നവനല്ല, ന ഭോക്ത കർമ്മമൊന്നും അനുഭവിക്കുന്നവൻ ഞാനല്ല, ന മുക്താശ്രമസ്ഥഃ അതുകൊണ്ട് തന്നെ സന്യാസം കൊണ്ട് പ്രാപിക്കേണ്ടവനുമല്ല. അഹം യഥാ മനോവൃത്തിഭേദസ്വരൂപഃ, ഞാനിപ്പോൾ മനോവൃത്തികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ കർത്താവും ഭോക്താവുമൊക്കെ ആയ പോലെ കാണപ്പെടുന്നത്, തഥാ സർവവൃത്തി പ്രദീപഃ അതുപോലെ മനസ്സിനെ അല്പമെന്നു മാറ്റി നിർത്തിയാൽ ഞാനൊരു ദീപം പോലെ മനോവൃത്തികളെ പ്രകാശിപ്പിക്കുന്ന സാക്ഷി മാത്രനാണെന്ന് തെളിയും. അഹം ശിവഃ, മനസ്സ് പാടെ മാറിയാൽ ഞാൻ ശുദ്ധബോധ ആത്മാവാണെന്നും തെളിയും. ഞാൻ ചിന്തിക്കുന്നവനല്ല, പോകുന്നവനല്ല, സംസാരിക്കുന്നവനല്ല, കർമ്മമൊന്നും ചെയ്യുന്നവനല്ല, കർമ്മഫലമൊന്നും അനുഭവിക്കുന്നവൻ ഞാനല്ല. അതുകൊണ്ട് തന്നെ സന്യാസം കൊണ്ട് പ്രാപിക്കേണ്ടവനുമല്ല. ഞാനിപ്പോൾ മനോവൃത്തികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണോ കർത്താവും ഭോക്താവുമൊക്കെ ആയ പോലെ കാണപ്പെടുന്നത്, അതുപോലെ മനസ്സിനെ അല്പം മാറ്റി നിർത്തിയാൽ ഞാനൊരു ദീപം പോലെ മനോവൃത്തികളെ പ്രകാശിപ്പിക്കുന്ന സാക്ഷി മാത്രനാണെന്ന് തെളിയും. മനസ്സ് പാടെ മാറിയാൽ ഞാൻ ശുദ്ധബോധ ആത്മാവാണെന്നും തെളിയും. ശിവോഹം. നിലനിൽപ്പിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ബ്രഹ്മമെന്നും കർമ്മമെന്നും. അഖണ്ഡബോധമാണ് ബ്രഹ്മം, അതിലാവിർഭവിക്കുന്ന ശക്തി ചലനമാണ് കർമ്മം. ഈ ശക്തി ചലനമാണ് പിന്നെ അമീബ മുതൽ സൗരയൂഥങ്ങൾ വരെയുള്ള പ്രപഞ്ച ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. ശക്തിചലനം മുതൽ സൗരയൂഥ ഘടകങ്ങൾ വരെ ഉണ്ടായി മറയുന്ന ഭ്രമദൃശ്യങ്ങളാണ്. ഇവ ഉണ്ടായി നിലനിന്ന് മറയുമ്പോഴൊന്നും അധിഷ്ഠാനമായ ബോധത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് നിശ്ചലമായി ആനന്ദസ്വരൂപമായി സദാ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. അതിലാവിർഭവിക്കുന്ന ശക്തിചലനം ആദ്യം മനസ്സിന് രൂപം കൊടുക്കുന്നു. തുടർന്ന് പ്രപഞ്ചദൃശ്യങ്ങൾ ഉണ്ടെന്ന് തോന്നാനും ഇടവരുന്നു. ഇവിടെയൊക്കെ ബോധരൂപമായ ബ്രഹ്മം ശക്തിചലനത്തെയും മനസ്സങ്കല്പങ്ങളെയും പ്രപഞ്ചദൃശ്യങ്ങളെയും അവ പ്രകടമാകുന്നതോടെ ഒന്നിനോടും പറ്റിപ്പിടിക്കാതെ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ച് വിളങ്ങുന്നു. ഇതാണ് ആത്മാവിൻ്റെ സാക്ഷിരൂപത്വം. തത്വവേദികൾ ഈ ആത്മസ്ഥിതിയെ ഒരു നാടകരംഗത്തിലെ വിളക്കിനോടാണ് ഉപമിക്കാറ്. നാടകരംഗത്തിലെ വിളക്ക് രംഗത്തെയും അവിടെ അപ്പോഴപ്പോൾ ആവിർഭവിക്കുന്ന വേഷവിധാനങ്ങളെയും പ്രകാശിപ്പിക്കുന്നു.
എന്നാൽ അവയുടെ ഗുണദോഷങ്ങളൊന്നുമായും ഒരിക്കലും പറ്റിപ്പിടിക്കുന്നില്ല. വേഷവിധാനങ്ങളൊക്കെ മാറിയാൽ വിളക്ക് ശുദ്ധരൂപത്തിൽ പ്രകാശിച്ചു നിൽക്കും. അതുപോലെ ബോധരൂപമായ ആത്മാവ് കർമ്മരൂപങ്ങളായ മനസ്സങ്കല്പങ്ങളെയും പ്രപഞ്ചദൃശ്യങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. എന്നാൽ അവയുടെ ഗുണദോഷങ്ങളൊന്നുമായും ഒരിക്കലും പറ്റിപ്പിടിക്കുന്നില്ല. മനസ്സങ്കല്പങ്ങൾ മാറിയാൽ ആത്മാവ് ശുദ്ധബോധസ്വരൂപമായി പ്രകാശിക്കുകയും ചെയ്യും. നാടകരംഗത്ത് വേഷങ്ങളുള്ളപ്പോൾ വിളക്കിനും അവയുടെ ഗുണദോഷങ്ങൾ സംഭവിക്കുന്നതായി ഭ്രമം വരാം. എന്നാൽ വിളക്കിന് ഒരു ഗുണദോഷവും ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നതാണ് വസ്തുത. ആത്മാവിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ശ്ലോക താത്പര്യം എളുപ്പത്തിൽ ഗ്രഹിക്കാം. കർമ്മരൂപങ്ങളായ മനസ്സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആത്മാവിന് ഞാൻ കർത്താവാണ്, ഭോക്താവാണ് എന്നൊക്കെ തോന്നാൻ ഇടവരുന്നു. ഇതാണ് ആത്മാവിന് വന്നു ചേരുന്ന ജീവഭ്രമം. അതോടെ ഞാൻ ചിന്തിക്കുന്നവനാണ്, പോകുന്നവനാണ്, സംസാരിക്കുന്നവനാണ് എന്നിത്യാദി കർത്തൃഭാവങ്ങൾ ആത്മാവിൽ ആരോപിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ആത്മാവ് ഒരു കർമ്മവുമായും നേരിട്ട് ബന്ധമില്ലാത്ത നിശ്ചല ബോധ വസ്തുവാണ്. അതെങ്ങനെ അറിയാം? മനസ്സങ്കല്പങ്ങളെ നിരോധിച്ചാൽ ആത്മാവ് ശുദ്ധബോധമായി പ്രകാശിക്കും. അങ്ങനെ അറിയാം. അതുകൊണ്ട് ബോധാത്മാവായ ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവനല്ല, പോകുന്നവനല്ല, സംസാരിക്കുന്നവനല്ല എന്നല്ല, ഒരു കർമ്മവുമായും എനിക്ക് ഒരു ബന്ധവുമില്ല. കർമ്മവുമായി എനിക്കൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കർത്താവല്ല. കർത്താവല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭോക്താവുമല്ല. കർമ്മബന്ധം വിട്ടുപോകുന്നതാണ് സന്യാസം. കർമ്മബന്ധം ഇടയ്ക്കു വന്നു കയറിയ ഭ്രമമാണ്. അപ്പോൾ കർമ്മബന്ധം വിടുക എന്ന് വച്ചാൽ ഭ്രമം ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഭ്രമമുള്ളപ്പോഴും വസ്തുവിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പാമ്പ് കാണപ്പെടുമ്പോഴും കയറിന് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ആത്മാവ് മുക്താശ്രമത്തിൽപ്പെട്ടവനുമല്ല, അതായത് സന്യസിച്ചു കണ്ടെത്തേണ്ടവനുമല്ല. മനോവൃത്തികൾ ഉള്ളപ്പോൾ ആത്മാവിൽ ഭേദകൽപ്പനകൾ വന്നുചേരുന്നു എന്നത് സത്യം. എന്നാൽ മനോവൃത്തികളെ അല്പമൊന്ന് മാറ്റി നിർത്തി നോക്കൂ. അപ്പോൾ കാണാം മനോവൃത്തികൾ ആത്മപ്രകാശത്തിൽ നാടകരംഗത്തെ വിളക്കിൻ്റെ മുമ്പിൽ വേഷങ്ങളെന്ന പോലെ പ്രകാശിക്കുന്നു എന്നല്ലാതെ അവ ആത്മാവിനെ അല്പം പോലും കളങ്കപ്പെടുത്തുന്നില്ല. മനോവൃത്തികൾ ഉള്ളപ്പോൾ ആത്മാവ് ഒരു സാക്ഷിയെപ്പോലെ അവയെ പ്രകാശിപ്പിക്കുന്നു. മനോവൃത്തികൾ ഒഴിഞ്ഞു മാറിയാൽ ആത്മാവ് ശുദ്ധസ്വരൂപത്തിൽ നിശ്ചലനായി പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥമായ ആത്മസ്ഥിതി. സത്യാനുഭവം കൊതിക്കുന്ന ഒരാൾ ഈ ആത്മസ്ഥിതി സദാ അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഈ നിലയൊക്കെ അറിഞ്ഞു വരുമ്പോൾ ബോധാനന്ദ സ്വരൂപനായ ആത്മാവിൽ സംസാരയാത്ര ഒരിക്കലും കടന്നു വന്നിട്ടില്ല. ഇപ്പോഴതുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം മാത്രം. ഇക്കാര്യമാണ് 5-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. നമേ ലോകയാത്രാ പ്രവാഹ പ്രവൃത്തിർ നമേ ബന്ധബുദ്ധ്യാദുരീഹാ നിവൃത്തിഃ പ്രവൃത്തിർനിവൃത്യസ്യ ചിത്തസ്യ വൃത്തിർ യതസ്ത്വന്വഹം തത്സ്വരൂപ ശിവോഹം. മേ ലോകയാത്രാ പ്രവാഹ പ്രവൃത്തിഃ ന. എനിക്ക് ജനന മരണങ്ങളിൽ കൂടിയുള്ള സംസാരയാത്ര തുടരുക എന്ന കർമ്മം ഇല്ല. ബന്ധമുദ്ബുദ്ധ്യ, ബന്ധമുണ്ടെന്നുള്ള ചിന്ത നിമിത്തം. മേ ദുരീഹാ നിവൃത്തിഃ ന. എനിക്ക് ദുരാഗ്രഹങ്ങളിൽ നിന്ന് മോചനവും വേണ്ട. പ്രവൃത്തിഃ നിവൃത്തിഃ, പ്രവൃത്തിയും നിവൃത്തിയുമൊക്കെ അസ്യ ചിത്തസ്യ വൃത്തിഃ, ഈ ചിത്തത്തിൻ്റെ സങ്കല്പങ്ങളാണ്. അന്വഹം തു യതഃ തത് സ്വരൂപഃ, എല്ലായ്പ്പോഴും ഞാൻ ബ്രഹ്മസ്വരൂപൻ തന്നെയായതുകൊണ്ട് അഹം ശിവഃ, ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്. എനിക്ക് ജനന മരണങ്ങളിൽ കൂടിയുള്ള സംസാരയാത്ര തുടരുക എന്ന കർമ്മമില്ല. ബന്ധമുണ്ടെന്ന ചിന്ത നിമിത്തം എനിക്ക് ദുരാഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനവും വേണ്ട. പ്രവൃത്തിയും നിവൃത്തിയുമൊക്കെ ഈ ചിത്തത്തിൻ്റെ സങ്കല്പങ്ങളാണ്.
എല്ലായ്പ്പോഴും ഞാൻ ബ്രഹ്മസ്വരൂപൻ തന്നെയായതുകൊണ്ട് ഞാൻ ശുദ്ധബോധസ്വരൂപമാണ്. ശിവോഹം, ഞാൻ ശുദ്ധബോധസ്വരൂപനാണ്. എന്തുകൊണ്ട്? ഞാൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മം തന്നെയായതുകൊണ്ട്. ശുദ്ധവും അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് ബ്രഹ്മം. ഒരു കളങ്കവും ഇതുവരെ ബ്രഹ്മസത്യത്തെ ബാധിച്ചിട്ടില്ല. പിന്നെ കർമ്മമുണ്ടാക്കുന്ന കളങ്കങ്ങൾ ബ്രഹ്മത്തിലുണ്ടെന്ന് തോന്നുന്നതോ? അതെല്ലാം ചിത്തസങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന ഭ്രമങ്ങൾ മാത്രമാണ്. ഭ്രമങ്ങളൊന്നും അധിഷ്ഠാനത്തെ കളങ്കപ്പെടുത്തുന്നില്ല. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമിയെ നനയ്ക്കുന്നില്ല. കയറിലെ സർപ്പഭ്രമം കയറിനെ വിഷമയമാക്കുന്നതില്ല. അതുപോലെ ജീവഭ്രമത്തിൽ തുടങ്ങി ജഡഭ്രമം വരെയുള്ള പ്രപഞ്ചഭ്രമമൊന്നും ബ്രഹ്മത്തെ ലേശവും കളങ്കപ്പെടുത്തുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജീവഭ്രമത്തിനുണ്ടെന്ന് തോന്നുന്ന ജനന മരണങ്ങളിൽ കൂടെയുള്ള സംസാരയാത്രയൊന്നും ബ്രഹ്മമായ എന്നെ അല്പം പോലും ബാധിക്കുന്നില്ല. കർമ്മജന്യങ്ങളായ ജനന മരണാദി സംസാരമാണല്ലോ ബന്ധം. എനിക്ക് ഈ ബന്ധമില്ലെങ്കിൽ അതൊഴിച്ചു മാറ്റണമെന്നുള്ള ആഗ്രഹത്തിനും പ്രസക്തിയില്ല. എല്ലാം ചിത്തത്തിൻ്റെ ഭ്രമങ്ങൾ. ചിത്തം ബന്ധഭ്രമമുണ്ടാക്കിയിട്ട് അതൊഴിച്ചു മാറ്റാൻ യത്നിക്കുന്നു. ചിത്തമാണ് സംസാരം. അത് സ്വയം ഉണ്ടാവുകയും ഉപശമിക്കുകയും ചെയ്യുന്നു. അതുണ്ടായി പെരുകിയാൽ പ്രവൃത്തി, അതുപശമിച്ചു ചുരുങ്ങിയാൽ നിവൃത്തി. ചിത്തമാണ് സംസാരം. അത് സ്വയം ഉണ്ടാവുകയും ഉപശമിക്കുകയും ചെയ്യുന്നു. അതുണ്ടായി പെരുകിയാൽ പ്രവൃത്തി, അതുപശമിച്ച് ചുരുങ്ങിയാൽ നിവൃത്തി. ഇതാണ് നിയമം. ചിത്തത്തിൻ്റെ ഈ പ്രവൃത്തി നിവൃത്തി ഭ്രമങ്ങളൊന്നും നിത്യശുദ്ധ ബുദ്ധ ബോധസ്വരൂപനായ എന്നെ ഇന്നുവരെ ബാധിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ബാധിക്കുകയുമില്ല. ഒരു സത്യാന്വേഷി ഇക്കാര്യം ശാസ്ത്രീയമായി വിചാരം ചെയ്തറിഞ്ഞ് സദാ ആത്മാനുസന്ധാനത്തിൽ ഏർപ്പെടേണ്ടതാണ്. നാനാത്വം മുഴുവൻ അദ്വൈത സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് വന്നുചേരുന്ന ഭ്രമാനുഭവങ്ങളാണ്. ഒരഴിവുമില്ലാതെ സദാ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ആനന്ദബോധം മാത്രമാണ് സത്യം. ഇക്കാര്യമാണ് 6-ാം പദ്യം വെളിവാക്കുന്നത്. 6-ാം പദ്യം. നിദാനം യദജ്ഞാനകാര്യസ്യ കാര്യം വിനായസ്യ സത്വം സ്വതോ നൈവ ഭാതി യദാദ്യന്തമധ്യാന്തരാളാന്തരാളപ്രകാശാത്മകം സ്യാത് തദേവാഹമസ്മി. വിനാകാര്യം, യഥാർത്ഥത്തിൽ വസ്തുവൊന്നുമില്ലാതെ യസ്യ സത്വം, യാതൊന്നാണോ ഉണ്ടെന്ന് തോന്നുന്നത്, യത് അജ്ഞാനകാര്യസ്യ നിദാനം, അത് അജ്ഞാനമുണ്ടാക്കി കാണിക്കുന്ന ഭ്രമമാണ്. സ്വതഃ ന ഏവ ഭാതി, അത് സ്വയം ഉള്ളതായി പ്രകാശിക്കുന്ന വസ്തുവല്ല. യത് ആദ്യന്തമധ്യാന്തരാളാന്തരാള പ്രകാശാത്മകം സ്യാത്, ഏതൊന്നാണോ ആദിയിലും മധ്യത്തിലും ഇടയ്ക്കിടയ്ക്കും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന വസ്തു, തദേവ, ആ ബോധവസ്തു തന്നെയാണ് അഹമസ്മി, ഞാനായി പ്രകാശിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുവൊന്നുമില്ലാതെ യാതൊന്നാണോ ഉണ്ടെന്ന് തോന്നുന്നത്, അത് അജ്ഞാനമുണ്ടാക്കി കാണിക്കുന്ന ഭ്രമമാണ്. അത് സ്വയം ഉള്ളതായി പ്രകാശിക്കുന്ന വസ്തുവല്ല. ഏതൊന്നാണോ ആദിയിലും മധ്യത്തിലും ഇടയ്ക്കിടയ്ക്കുമൊക്കെ ഉണ്ട് എന്നിങ്ങനെ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന വസ്തു, ആ ബോധവസ്തു തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത്. തദേവാഹമസ്മി, ഞാൻ ആ ബോധവസ്തുവാണ്. എങ്ങനെയറിയാം? സദാ ഉണ്ട് എന്നിങ്ങനെ സ്വയം പ്രകാശിച്ച് നിൽക്കുന്നത് കൊണ്ടറിയാം. പ്രപഞ്ചമായി അനുഭവപ്പെടുന്ന നാനാത്വ ബോധങ്ങളിലുടനീളം ആദ്യവും അവസാനവും മധ്യത്തിൽ ഇടയ്ക്കിടയ്ക്കും ഉണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തുബോധം മാത്രമാണല്ലോ. അത് ഞാനുണ്ട് എന്നിങ്ങനെ സ്വയം അനുഭവിക്കുന്നു. അതുപോലെ മറ്റെല്ലാം ഉണ്ടെന്ന് അനുഭവിക്കുന്നു. ഇങ്ങനെ സ്വയം ഉണ്ടെന്നും മറ്റുള്ളവയുണ്ടെന്നും അനുഭവിക്കാൻ ബോധമില്ലെന്ന് വന്നാലോ, അതോടെ എല്ലാം ശുദ്ധശൂന്യമായി പരിണമിക്കും. സ്വർണ്ണാഭരണങ്ങളിൽ ആദ്യവും
അവസാനവും ഇടയ്ക്കിടയ്ക്കും ആഭരണനാമരൂപങ്ങൾക്ക് പ്രകാശിക്കാൻ ഇടമരുളുന്ന വസ്തു സ്വർണമാണ്. സ്വർണമില്ലെന്നു വന്നാൽ ആഭരണങ്ങളെല്ലാം ശുദ്ധശൂന്യം. ആഭരണനാമരൂപങ്ങൾ സ്വയം പ്രകാശിക്കുന്നവയല്ല. അവ പുതുതായി ഒരു വസ്തുവിനെയും ഉണ്ടാക്കുന്നില്ല. വസ്തു സദാ സ്വർണം മാത്രം. അതുപോലെ പ്രപഞ്ചനാമരൂപങ്ങളൊന്നും സ്വയം പ്രകാശിക്കുന്നവയല്ല. അവ പുതിയ ഒരു വസ്തുവിനെയും ഉണ്ടാക്കുന്നില്ല. വസ്തു സദാ സർവത്ര ബോധം മാത്രം. പിന്നെ പലതുണ്ടെന്ന് തോന്നുന്നതോ വസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തോന്നുന്ന വെറും ഭ്രമം. അനേകം ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇടത്ത് അറിവുള്ളയാൾക്ക് വസ്തു സ്വർണം മാത്രം. അറിവില്ലാത്ത കുട്ടികൾക്കും മറ്റും വള, മാല എന്നിങ്ങനെ അനേകം വസ്തുക്കൾ ഉണ്ടെന്ന് ഭ്രമം വരാം. അതുപോലെ ബോധസത്യം വിചാരം ചെയ്തുറപ്പിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അനേകം പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഭ്രമം വരാം. സത്യമറിയുന്നയാൾക്ക് അവനവൻ ഉൾപ്പെടെ ഒരേ ഒരു അദ്വയ ബോധം മാത്രം. ഇങ്ങനെ ഞാൻ സദാ ശുദ്ധാനന്ദ ബോധമായതുകൊണ്ട് എനിക്കിവിടെ ഒന്നും നേടാനില്ല, ഒരു ദുഃഖവും ഉണ്ടാകാനുമില്ല എന്നാണ് ഇനി പ്രതിപാദിക്കുന്നത്. യതോഹം ന ബുദ്ധിർന മേ കാര്യസിദ്ധിർയതോ നാഹമംഗം ന മേ ലിംഗഭംഗം ഹൃദാകാശവർത്തി ഗതാം ഗത്രയാത്തി സദാ സച്ചിദാനന്ദമൂർത്തി ശിവോഹം. യതഃ അഹം ന ബുദ്ധി, ഞാൻ ബുദ്ധിയല്ലാത്തതുകൊണ്ട്, മേ ന കാര്യസിദ്ധി, എനിക്കിവിടെ ഒരു കാര്യവും നേടേണ്ടതായിട്ടില്ല. യതഃ അഹം ന അംഗം, ഞാൻ ദേഹമല്ലാത്തതുകൊണ്ട്, മേ ന ലിംഗഭംഗം, എനിക്ക് സ്ത്രീ പുരുഷ ഭേദമൊന്നും സംഭവിക്കാനില്ല. ഹൃദാകാശവർത്തി, ഹൃദയാകാശത്തിൽ ഞാൻ എന്നിങ്ങനെ പ്രകാശിക്കുന്ന ബോധവസ്തുവാണ് ഞാൻ. ഗതാം ഗത്രയാർത്തി, കാരണ സൂക്ഷ്മ സ്ഥൂലദേഹങ്ങളുടെ ദുഃഖമൊന്നും എന്നെ ബാധിക്കുകയേയില്ല. സദാ സച്ചിദാനന്ദമൂർത്തി, ഉന്മ, ബോധം, ആനന്ദം എന്നിവ ഒരുമിച്ചു ചേർന്ന സത്യമാണ് എപ്പോഴുമുള്ള എൻ്റെ സ്വരൂപം. അഹം ശിവ, അതുകൊണ്ട് ഞാൻ ശുദ്ധബോധമാണ്. ഞാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ട് എനിക്കിവിടെ ഒരു കാര്യവും നേടേണ്ടതായിട്ടില്ല. ഞാൻ ബുദ്ധി അല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ ഒരു കാര്യവും നേടേണ്ടതായിട്ടില്ല. ഞാൻ ദേഹമല്ലാത്തതുകൊണ്ട് എനിക്ക് സ്ത്രീ പുരുഷ ഭേദമൊന്നും സംഭവിക്കാനില്ല. ഹൃദയാകാശത്തിൽ ഞാൻ എന്നിങ്ങനെ പ്രകാശിക്കുന്ന ബോധവസ്തുവാണ് ഞാൻ. കാരണ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളുടെ ദുഃഖമൊന്നും എന്നെ ബാധിക്കുകയേയില്ല. ഉന്മ, ബോധം, ആനന്ദം എന്നിവ കൂടിച്ചേർന്ന സത്യമാണ് എപ്പോഴുമുള്ള എൻ്റെ സ്വരൂപം. അതുകൊണ്ട് ഞാൻ ശുദ്ധബോധമാണ്. ശിവോഹം, ഞാൻ ശുദ്ധബോധമാണ്. ശുദ്ധമായ ഉണ്മയും ശുദ്ധമായ ബോധവും ശുദ്ധമായ ആനന്ദവും ഒന്നു തന്നെയാണ്. ഉണ്ട് എന്ന അനുഭവമാണ് ഉണ്മ. അനുഭവമില്ലാത്തിടത്ത് ഉണ്മയില്ല. മൺകട്ട പോലുള്ള ശുദ്ധ ജഡങ്ങൾക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് അവ സ്വയം നിലനിൽക്കുന്നില്ല. സ്വയം നിലനിൽപ്പില്ലാത്ത അവയ്ക്ക് പിന്നെ മാറ്റമൊന്നും നിലനിൽക്കുന്നില്ലെന്നുള്ളത് തീർച്ചയാണല്ലോ. ശുദ്ധജഡങ്ങൾ ഉള്ളവയായിത്തീരുന്നത് സ്വയം ഉണ്മ അനുഭവിച്ചു വിളങ്ങുന്ന ബോധത്തിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. ബോധം കൈവിട്ടാൽ എല്ലാ ജഡങ്ങളും ശുദ്ധശൂന്യമായിത്തീരും. ഈ ബോധം എല്ലാ വ്യക്തികളുടെയും ഹൃദയാകാശത്തിൽ ഞാൻ എന്നിങ്ങനെ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ വസ്തുസത്തയൊന്നുമില്ലാതെ വെറുതെ ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ മാത്രമാണ് എല്ലാ ജഡദൃശ്യങ്ങളും. ഓരോ വ്യക്തിബോധത്തിലും ഇത്തരം 3 ജഡരൂപങ്ങൾ അനുഭവപ്പെടുന്നു. അവയാണ് വ്യക്തിയുടെ 3 ശരീരങ്ങൾ. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം എന്നിവയാണ് ഈ 3 ദേഹങ്ങൾ. ഉറക്കത്തിൽ സത്യത്തെ മറച്ചുകൊണ്ട് ഒരു കറുത്ത മൂടുപടം പോലെ അനുഭവപ്പെടുന്നതാണ് കാരണശരീരം. ഈ കാരണശരീരം ഉളവാക്കുന്ന ദുഃഖമാണ് അജ്ഞാന ദുഃഖം. അന്ധഃകരണമാണ് സൂക്ഷ്മശരീരം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണന്മാർ, അഹങ്കാരം, ബുദ്ധി
എന്നീ 17 തത്വങ്ങൾ കൂടിച്ചേർന്നതാണ് സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരത്തിൻ്റെ സ്വതന്ത്ര പ്രവർത്തനമാണ് സ്വപ്നം. രാഗവും ദ്വേഷവുമാണ് സൂക്ഷ്മശരീരമുണ്ടാക്കുന്ന പ്രധാന ദുഃഖങ്ങൾ. ഭയം തുടങ്ങി മറ്റുള്ളവയെല്ലാം രാഗദ്വേഷങ്ങളുടെ അനന്തരഫലങ്ങളാണ്. മാംസാസ്ഥിമയമായ ദേഹമാണ് സ്ഥൂലശരീരം. രോഗാദി പീഡകളാണ് സ്ഥൂലദേഹം ഉളവാക്കുന്ന ദുഃഖങ്ങൾ. ദേഹങ്ങളൊക്കെ ഉണ്ടായി മറയുന്നവയായതുകൊണ്ട് അജ്ഞാന ഭ്രമങ്ങളാണ്. സച്ചിദാനന്ദമായ സത്യം വ്യക്തമായി അനുഭവപ്പെടുന്നതോടെ 3 ദേഹവുമായും തനിക്കൊരു ബന്ധവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഇനിമേൽ ഉണ്ടാവുകയില്ലെന്നും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഹൃദയാകാശത്തിലെ ബോധത്തിന് അംഗത്രയാർത്തി വിട്ടുകിട്ടുന്നു. ഞാൻ ദേഹമല്ലെന്നനുഭവിക്കുന്നതോടെ സ്ത്രീ പുരുഷാദിഭേദ ചിന്ത പോലും വിട്ടകലുന്നു. എല്ലാ കർമ്മങ്ങൾ കൊണ്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖലാഭമാണ്. താൻ സുഖസ്വരൂപനാണെന്ന വസ്തുത ആത്മാവിൽ മറയ്ക്കപ്പെടുന്നതോടെ ബുദ്ധി അഥവാ ചിത്തം രൂപം കൊള്ളുന്നു. തുടർന്ന് ബുദ്ധി സുഖലാഭത്തിനായി പലതും ആഗ്രഹിച്ച് നേടിയെടുക്കാൻ രാപ്പകൽ യത്നിക്കുന്നു. എന്നാൽ സുഖത്തേക്കാൾ അധികം ദുഃഖമനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കാനും ഇടവരുന്നു. ഇതാണ് സംസാരഗതി. താൻ ശുദ്ധാനന്ദ സ്വരൂപനാണെന്ന ആത്മാനുഭവം ഉണ്ടാകുന്നതോടെ തനിക്കിനി ഈ ലോകത്ത് ഒന്നും ചെയ്യാനോ നേടാനോ ഇല്ലെന്ന് ഒരാത്മനിഷ്ഠന് വ്യക്തമായും തെളിയുന്നു. ആരാണോ ആത്മാനുഭവം സാധ്യമാക്കുന്നത് അവർ ആത്മാവിൽ തന്നെ രമിക്കുന്നു. അവർ ആത്മാവിൽ തന്നെ പൂർണ്ണ തൃപ്തി കണ്ടെത്തുന്നു. അവർ ആത്മാവിൽ തന്നെ സദാ സന്തുഷ്ടരായി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ജീവൻ മുക്തന്മാർ ദേഹമുള്ളിടത്തോളം സദാ ലോകസംഗ്രഹത്തിനു വേണ്ടി കർമ്മരംഗത്തു തന്നെ വർത്തിച്ചു എന്ന് വരാം. പക്ഷേ ആ കർമ്മമൊന്നും അവർക്ക് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആയിരിക്കേയില്ലെന്ന് മാത്രം. ആത്മാനുഭവത്തിൻ്റെ ഈ രഹസ്യങ്ങളൊക്കെ ഒരാത്മജിജ്ഞാസു ശാസ്ത്രീയമായി മനനം ചെയ്ത് സദാ ആത്മാനുസന്ധാനത്തിൽ ഏർപ്പെടേണ്ടതാണ്. അദ്വയ ബ്രഹ്മത്തിൽ മായയുടെ ആരോപണമാണ് ജഗത്ത്. ആ നിലയിൽ ബ്രഹ്മം ഒരു വീക്ഷണഗതിയിൽ ജഗത്തിന് ആശ്രയമാണ്, മറ്റൊരു വീക്ഷണഗതിയിൽ ജഗത്തിന് ആശ്രയമല്ല. ഇക്കാര്യമാണ് 8ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.